നമുക്ക് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ എ കെ ആന്റണി, മുതിർന്ന കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എ കെ ആന്റണി, ദില്ലി ജീവിതത്തിനിടയിൽ താങ്കൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉള്ള ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ ഇല്ലാതാകുന്നത്. സീതാറാം യെച്ചൂരിയുടെ വിയോഗ വാർത്ത അങ്ങ് അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. അല്പസമയം മുൻപാണ് 72-ാം വയസ്സിൽ അദ്ദേഹം വിട പറയുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? സീതാറാം യെച്ചൂരിയുടെ അകാലത്തിലുള്ള വേർപാട് ദേശീയ രാഷ്ട്രീയത്തിനുണ്ടായ ഒരു തീരാ നഷ്ടമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മതേതര ശക്തികൾക്ക് ഉണ്ടായ ഒരു തീരാ നഷ്ടമാണ്. എനിക്ക് ദീർഘകാലമായി വ്യക്തിപരമായി അടുപ്പമുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ മാത്രം അടുപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്തിനാണ് നഷ്ടപ്പെടുന്നത്. ഞങ്ങൾ ഒരുമിച്ച് രാജ്യസഭയിൽ ദീർഘകാലം ഉണ്ടായിരുന്നു. രാജ്യസഭയിലെ എല്ലാവരും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുപോലെ ആദരിക്കുന്ന നേതാവായിരുന്നു അദ്ദേഹം. സീതാറാം യെച്ചൂരി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ സഭയിൽ ഇല്ലാത്ത ആൾക്കാർ അദ്ദേഹത്തിന് പ്രസംഗം തുടങ്ങിയാൽ ഓടിയെത്തി അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിക്കുന്നവരെ ശ്രദ്ധയോടുകൂടി കാതോർപ്പിച്ച് നിൽക്കുന്ന ഞാൻ കാണാറുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അടുത്തത് ഒന്നാം UPA ഗവൺമെന്റിന്റെ രൂപീകരണത്തോടുകൂടിയാണ്. ഒന്നാം UPA ഗവൺമെന്റ് ഉണ്ടായ എല്ലാ പ്രതിസന്ധികളിലും ആ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഏറ്റവും ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു നേതാവാണ് അദ്ദേഹം. പ്രതിസന്ധികൾ പരിഹരിക്കാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പ്രണാബ് മുഖർജിയുടെ വീട്ടിൽ ഞങ്ങൾ കൂടുമായിരുന്നു. കോൺഗ്രസുമായിട്ടുള്ള ബന്ധം തുടരാൻ, UPA ഗവൺമെന്റ് തുടരാൻ അദ്ദേഹം അവസാനം വരെ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി. അതിനുശേഷം ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പം കോൺഗ്രസുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളിലെ ഭിന്നിപ്പ് എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ മതേതര ശക്തികൾ തിരിച്ചു വരണമെങ്കിൽ, വർഗീയ ശക്തികൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടണമെങ്കിൽ തീർച്ചയായും കോൺഗ്രസുമായി സഹകരിക്കണം. കോൺഗ്രസുമായിട്ട് മാത്രമല്ല, മറ്റു മതേതര പാർട്ടികളെല്ലാം ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ആത്മാർത്ഥ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ ആ നീക്കങ്ങൾ വിജയത്തിലെത്തിക്കാൻ വേണ്ടി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ശ്രമിച്ച നേതാക്കളുടെ മുൻപന്തിയിൽ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് അകാലത്തിലാണ്. ഒരിക്കലും അദ്ദേഹത്തിന്റെ സേവനം, അദ്ദേഹത്തിന്റെ നേതൃത്വം ഇന്ത്യയിലെ മതേതര ശക്തികൾക്ക്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഏറ്റവും ആവശ്യമായ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ വേർപാടുണ്ടായത്. എനിക്ക് അതിയായ ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട്, അദ്ദേഹത്തിന്റെ പാർട്ടിയോട്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട്, അതിന്റെ പ്രവർത്തകന്മാർ, നേതാക്കന്മാരോട്, അതോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അപ്പുറത്തുള്ള അദ്ദേഹം സ്നേഹിച്ചിരുന്ന ഇന്ത്യയിലെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും ഒപ്പം എന്റെയും അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ്. വളരെ നന്ദി ശ്രീ എ കെ ആന്റണി പ്രതികരിച്ചതിന്. CPIM ജനറൽ